ഒരാളുടെ മനസ്സ്, ആ മനസ്സിൻ്റെ അവസ്ഥ അത് ഇപ്പോൾ മറ്റൊരാൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് ഇപ്പോൾ പബ്ലിക്കായിട്ട് ഒരു വ്യക്തി ഇൻസൾട്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് അയാളുടെ അഭിമാനം, അല്ലേ? പ്രത്യേകിച്ച് ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് എന്നെ ആരോപിക്കുകയാണ്, ആരോപണ വിധേയനാവുകയാണ്. അതും ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരു ആള് പിന്നെ ഇൻസൾട്ട് ചെയ്യപ്പെടുമ്പോൾ അത് അയാളുടെ മനസ്സിലുണ്ടാക്കുന്ന വിഷമത്തിന്റെ ആഴം വളരെ വലുതാണ്, ഊഹിക്കുന്നതിലപ്പുറമാണ്. കാരണം അത്തരത്തിലുള്ള ഒരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് അയാൾക്കതൊരിക്കലും താങ്ങാൻ പറ്റില്ല. ഇനി അത് ചെയ്തു എന്ന് വെക്കുക, ചെയ്തു കഴിഞ്ഞാലും അത് പബ്ലിക്കായിട്ട് ഒരാളെ ഇൻസൾട്ട് ചെയ്യപ്പെടുമ്പോൾ അത് താങ്ങാനുള്ള മനസ്സ് അയാൾക്ക് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് അയാളുടെ അഭിമാനം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ള. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യപ്പെട്ട കാര്യമാണ് ഒരാളുടെ ഇറള് അല്ലെങ്കിൽ അഭിമാനം എന്നുള്ളത്. ഒരാളുടെ രക്തം ചിന്താൻ പാടില്ല, ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്താൻ പാടില്ല, ഒരാളെ പരദൂഷണം പറയാൻ പാടില്ല, ഒരാളെ ഏഷണി പറയാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാം ഇത്രയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്താണ്? ഒരാളുടെ വ്യക്തിത്വത്തിന്, ഒരാളുടെ പേഴ്സണാലിറ്റിക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. അത് ഒരു പബ്ലിക് സ്പേസിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായും ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാം.